നമസ്കാരം ഫ്രണ്ട്സ്. നമ്മൾ തമിഴ്നാട്ടിലെ ശ്രീരംഗത്തുള്ള തിരുവണ്ണൈക്കോവിൽ ക്ഷേത്രം കാണാനാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ 5 ശിവക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവണ്ണൈക്കോവിൽ ക്ഷേത്രം. ഇത് ഒരുപാട് കൊത്തുപണികളൊക്കെ ഉള്ള ഗോപുരങ്ങളോടൊക്കെ കൂടിയ ക്ഷേത്രമാണിത്. ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവണ്ണൈക്കോവിൽ ജംബുകേശ്വര അഖിലാണ്ടേശ്വരി ക്ഷേത്രം. ഇതിൽ പ്രധാന ഐതിഹ്യം പാർവതി ദേവിയായിട്ട് ബന്ധപ്പെട്ടാണ്. പാർവതി ദേവിക്ക് ഒരിക്കൽ ശാപം കിട്ടുകയും ആ ശാപമോക്ഷത്തിന് വേണ്ടി ഇവിടെ വന്ന് കാവേരി നദിയുടെ തീരത്തുള്ള ഒരു ഞാവൽമരത്തണലിൽ, അതായത് ജംബുമരത്തണലിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ പ്രാർത്ഥനയിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് പാർവതി ദേവിക്ക് ശിവജ്ഞാനം ഉപദേശിച്ചത് ഇവിടെ വെച്ചിട്ടാണെന്ന് പറയുന്നു. പിന്നെ വേറൊരു ഐതിഹ്യം ശിവൻ 2 ഭൂതങ്ങളായ മല്യവനും പുഷ്പദന്തിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവർക്ക് ആനയും ചിലന്തിയായിട്ട് ശാപം കിട്ടുകയും ഇവർ ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊക്കെയാണ് ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങൾ. ഇത് വളരെ വലിയൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഗോപുരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രധാനപ്പെട്ട ഗോപുരത്തിൻ്റെ അടുത്തായിട്ട് ഒരു ഞാവൽമരം നിൽപ്പുണ്ട്. ഈ ഞാവൽമരത്തിനാണ് ഇതിന് ഈ ജംബുകേശ്വര ക്ഷേത്രം എന്നുള്ളൊരു പേര് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ പ്രധാന കവാടം കടന്നിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. ഉള്ളിലോട്ട് പോകുമ്പോഴും ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് വേറെ ഗോപുരങ്ങളും അതുപോലെ തന്നെ ഒരു മണ്ഡപം ഒക്കെ കാണാൻ പറ്റും. നമുക്ക് നേരെ മുന്നിൽ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന ഗോപുരം. ഈ ഗോപുരത്തിൻ്റെ ഉള്ളിലാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയും ശ്രീകോവിലൊക്കെ ഉള്ളത്. ഈ ഗോപുരങ്ങളിലൊക്കെ ഒരുപാട് കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുന്ന വഴി ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള, നല്ല തണലൊക്കെ ഉള്ള നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഈ ഗോപുരത്തിൽ നിറച്ചു കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രതിഷ്ഠനെ പറ്റി പറയുമ്പോൾ ഇതൊരു പഞ്ചഭൂത സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അത് പഞ്ചഭൂതങ്ങളിലെ ജലത്തിനെയാണ് ഇവിടുത്തെ ഈ പ്രതിഷ്ഠ പ്രതിദാനം ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ പ്രധാന ഗോപുരം. അതിലിത് ഒരുപാട് കൊത്തുപണികളുണ്ട്. ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ പ്രധാന പ്രതിഷ്ഠ നടന്നിട്ട് ഉള്ളിലോട്ട് പോവുകയാണ്. പിന്നെ ഇത് പറഞ്ഞല്ലോ, ഇതിനെ ജലത്തിനെ പ്രതിദാനം ചെയ്യുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളതെന്ന്. അപ്പോൾ ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് കാവേരി നദിയിലെ ജലം ഈ പ്രതിഷ്ഠനെ തനിയെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് ഈ പ്രതിഷ്ഠയിൽ അണിയിച്ചിരിക്കുന്ന വസ്ത്രമൊക്കെ നനഞ്ഞ രീതിയിൽ കാണപ്പെടും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യം അനുസരിച്ചിട്ട് പറയുമ്പോൾ പാർവതി ദേവിയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഐതിഹ്യത്തിലെ പുഷ്പദന്ത എന്ന് പറയുന്ന ചിലന്തി മാല്യവൻ എന്ന് പറഞ്ഞ ആനയെ കടിച്ചു കൊല്ലുകയും പിന്നീട് ഈ ചിലന്തി വീണ്ടും ഒരു പുനർജന്മം ഉണ്ടാവുകയും ചെയ്തു. അത് കൊച്ചങ്ങോട്ട് ചോളനായിട്ടാണ് ജനിച്ചത്. ഈ കൊച്ചങ്ങോട്ട് ചോളനാണ് ഇവിടെ ഈ അമ്പലം പണിതതെന്ന് പറയുന്നു. അപ്പോൾ ഈ ആനയായിട്ട് ഉള്ള വൈരാഗ്യം മൂലം ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശ്രീകോവിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു ശ്രീകോവിലാണ്. നമ്മളിപ്പോൾ ഈ സ്ഥലം കഴിഞ്ഞ് പോകുമ്പോൾ ശ്രീകോവിൽ കാണാം. അപ്പോൾ നമ്മൾ ഈ ശ്രീകോവിലൊക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഇത് കിഴക്ക് വശത്ത് കാണുന്ന ഗോപുരമാണ്. ഇതുപോലെ 4 വശത്തും ഗോപുരങ്ങളുണ്ട്. ഇതും വലിയൊരു ഗോപുരമാണ് കാണുന്നത്. പിന്നെ ഇതിൻ്റെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നടപ്പാതയും സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നടക്കാനായിട്ട്. ഇത് ഏകദേശം ഒരു 1800 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിരിക്കുന്ന ഒരു അമ്പലം എന്നാണ് പറയുന്നത്. ചോളന്മാരുടെ കാലത്ത് നിർമ്മിച്ചിരിക്കുന്ന അമ്പലം എന്നാണ് പറയുന്നത്. പ്രശസ്തമായ ചോളകൃതികളായ പുറനാനൂറിലൊക്കെ ഈ അമ്പലത്തെ പറ്റി പരാമർശങ്ങളുണ്ടെന്ന് പറയുന്നു. ഇത് നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ അമ്പലത്തിൻ്റെ മതിൽക്കെട്ടുകളിലുള്ള ഗ്രാനൈറ്റിലൊക്കെ പ്രാചീന തമിഴ് ലിപികളിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 11-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും ചോളന്മാരുടെ ചരിത്രവും അവരുടെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ പ്രാചീന തമിഴ് ലിപികളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ചുറ്റും കുറേ ഹാളുകളും കൊത്തുപണികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. വിശാലമായൊരു ഹാള്, ഒരു കൊത്തുപണി, ഇതിലെ തൂണുകളിലൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട്. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ അമ്പലം കണ്ടിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പുറത്തോട്ട് ഇറങ്ങിയാണ്. ബൈ, താങ്ക്സ്.